ഒരു ഗ്രാമത്തിലെ ചെറിയ വീടിൻ്റെ മേൽക്കൂരയിലെ അടർത്തി മാറ്റിയ ഓടുകൾക്കിടയിലൂടെ ചോർന്നൊലിക്കുന്ന മഴവെള്ളം താഴെ വെച്ചിരിക്കുന്ന പഴയൊരു ചെമ്പ് പാത്രത്തിലേക്ക് വീഴുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ആ ചെറിയ വീടിൻ്റെ ചുമരുകൾ പോലും ദാരിദ്ര്യത്തിൻ്റെ കഥ പറയുന്നവയാണ്. കോലായിലെ മങ്ങിയ വെളിച്ചത്തിൽ 18കാരിയായ മീനാക്ഷി ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരിയും കൺകോണുകളിൽ സ്വപ്നങ്ങളുടെ തിളക്കവുമുണ്ട്. അവൾ തൻ്റെ വിരലുകൾ കൊണ്ട് കാൽപാദത്തിലെ പൊട്ടലുകളും പരിക്കുകളും തടവിക്കൊണ്ട് തുണി ചുറ്റി തുരുമ്പെടുത്ത പഴയ ചിലങ്ക ഒന്നുകൂടി മുറുക്കി കെട്ടുകയായിരുന്നു. ചിലങ്കകളുടെ ശബ്ദത്തിന് ഒരു പ്രത്യേക ഭാരമുണ്ട്. അത് വെറുമൊരു ലോഹത്തിൻ്റെ കിലുക്കമല്ല, മറിച്ച് നെഞ്ചിലടക്കി വെച്ച 1000 മോഹങ്ങളുടെ അലർച്ചയാണ്. അച്ഛൻ അവരെ ഒറ്റയ്ക്കാക്കി ആ രാത്രി ഇറങ്ങിപ്പോയ അന്ന് മുതൽ ഈ ചിലങ്കയുടെ കിലുക്കം മാത്രമായിരുന്നു അവളുടെ ഏക ആശ്വാസം. മറ്റുള്ളവർക്ക് അതൊരു ആഭരണമായിരിക്കാം, പക്ഷെ അവൾക്ക് അവളുടെ ജീവശ്വാസമായിരുന്നു. അവളുടെ മെലിഞ്ഞ ശരീരം ഒരു നിഴൽ പോലെ ചുവരിൽ പതിഞ്ഞിട്ടുണ്ട്. അവളുടെ ഉള്ളിൽ സംഗീതം നിറയുമ്പോൾ കാലുകൾ സ്വയം താളമടിക്കാൻ തുടങ്ങും. പെട്ടെന്നാണ് അടുക്കള ഭാഗത്തു നിന്നും ചുമച്ചുകൊണ്ടുള്ള ജാനകിയുടെ വിളി കേൾക്കുന്നത്. മീനുട്ടി, സമയം വൈകി മോളെ, ഡാൻസ് ക്ലാസ്സിൽ പോകാൻ ഇറങ്ങിക്കോ. വൈകിയാൽ പിന്നെ ആ ലളിത ടീച്ചർ കുറ്റം പറയുന്നത് കേൾക്കേണ്ടി വരും. മഴ കനക്കുന്നതിന് മുൻപ് എത്തേണ്ടതാണ്. ഇന്നത്തെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സൂക്ഷിക്കണം, കാൽ വഴുതി വീഴരുത്. മീനാക്ഷി ഉറക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇറങ്ങുവാ അമ്മേ, ഇതാ ചിലങ്കയൊക്കെ കെട്ടി തയ്യാറായി കഴിഞ്ഞു, ഞാൻ പെട്ടെന്ന് പോയി വരാം. ജാനകി തൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തിൽ കൈ തുടച്ചുകൊണ്ട് കോലായിലേക്ക് നടന്നു വന്നു. അവരുടെ മുഖത്ത് മകളുടെ ഭാവിയെക്കുറിച്ചുള്ള ആദിയും എന്നാൽ അളവറ്റ സ്നേഹവുമുണ്ട്. അവർ മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന് ആ തണുത്ത കൈകൾ തൻ്റെ കൈകളിലേക്ക് കോർത്തു പിടിച്ചു. മീനാക്ഷിയുടെ കവിളിൽ തലോടിക്കൊണ്ട് തൊണ്ടയിടേറിക്കൊണ്ട് അവർ പറഞ്ഞു. എൻ്റെ കുട്ടി ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. പണ്ട് നിൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന ആ നല്ല കാലത്ത് അച്ഛനൊരു ആഗ്രഹമുണ്ടായിരുന്നു മോളെ, നമ്മുടെ മീനെ കൊണ്ട് ഞാൻ വലിയൊരു നർത്തകിയാക്കും. റേഡിയോയിലും വലിയ സ്റ്റേജുകളിലും അവളുടെ പേര് എഴുതി കാണണം എന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ പണത്തിൻ്റെ ആർത്തിമൂത്ത് ആ മനുഷ്യൻ ഞങ്ങളെ കടക്കിണിയിലാക്കി പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. എങ്കിലും അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്ന ആ സ്വപ്നം മാത്രം എൻ്റെ നെഞ്ചിൽ ബാക്കി വെച്ചിട്ടാണ് പോയത്. എനിക്ക് നിന്നെ വലിയൊരു ഡാൻസറാക്കണം. അതിനായിട്ടല്ലേ അമ്മ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിക്കുന്നത്. എൻ്റെ ജീവൻ പോയാലും നിൻ്റെ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു തരും മോളെ. മീനാക്ഷി അമ്മയുടെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അമ്മേ, അച്ഛൻ നമ്മളെ ഏത് അവസ്ഥയിലാക്കിയിട്ട് പോയാലും അമ്മ അനുഭവിച്ച ഓരോ തുള്ളി കണ്ണുനീരിനും ഞാൻ കണക്ക് പറയിക്കും. അന്നൊരു ദിവസം വലിയൊരു വേദിയിൽ ഞാൻ നൃത്തം ചെയ്യുമ്പോൾ സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. അന്ന് ലോകം നമ്മളെ ബഹുമാനിക്കും. അമ്മയുടെ ഈ കഷ്ടപ്പാടുകളെല്ലാം ഞാൻ മാറ്റിത്തരും. അതെൻ്റെ വാക്കാണമ്മേ. ജാനകി മകളുടെ കണ്ണീരൊപ്പി കണ്ണു തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. മതി, ആ കണ്ണീരൊക്കെ ഒപ്പിക്കളയൂ. ക്ലാസ്സിൽ പോകാൻ നേരം വൈകുന്നു. ഇന്ന് ക്ലാസ്സിൽ പുതിയ ചൂടുകൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. നമ്മൾ പാവങ്ങളാണെങ്കിലും നിന്റെ ആഗ്രഹത്തിന് ഒരു കുറവും വരുത്താൻ ഈ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരെയും സമ്മതിക്കില്ല. മകളുടെ ആത്മവിശ്വാസം കണ്ട് ജാനകിയുടെ മുഖത്ത് ചെറിയൊരു അഭിമാനത്തിൻ്റെ പ്രകാശം പരന്നു. അവർ മീനാക്ഷിയുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഉമ്മ വെച്ച് യാത്രയാക്കി. മീനാക്ഷി ആ കറുത്ത മഴ നനഞ്ഞ ഇടവഴികളിലൂടെ നെഞ്ചിൽ വലിയൊരു സ്വപ്നവുമായി ശ്രീ സരസ്വതി കലാനികേതൻ എന്ന ഡാൻസ് സ്കൂളിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചുറ്റും ആഡംബരത്തിൻ്റെയും പണത്തിൻ്റെയും പ്രൗഢി വിളിച്ചോതുന്ന അന്തരീക്ഷമാണ്. ശ്രീ സരസ്വതി കലാനികേതൻ എന്ന ആ ഡാൻസ് സ്കൂളിൻ്റെ ഫ്ലോർ മുഴുവൻ മെഴുകി മിനുക്കിയ കണ്ണാടി പോലെ തിളങ്ങുകയായിരുന്നു. അവിടെയുള്ള മറ്റെല്ലാ കുട്ടികളും വലിയ വീട്ടിലെ ഐശ്വര്യമുള്ള കുട്ടികളായിരുന്നു. ആഡംബര കാറുകളിൽ വന്നിറങ്ങുന്ന മാതാപിതാക്കളുടെ ബഹളം പുറത്തുനിന്ന് കേൾക്കാം. എന്നാൽ ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് മീനാക്ഷി മാത്രം തൻ്റെ ലളിതമായ വെളുത്ത പരുത്തി ബ്ലൗസും അലക്കി വെളുപ്പിച്ച പഴയ പാവാടയും ധരിച്ച് പടിവാതിലിനടുത്ത് ഒരു ഒതുക്കത്തിൽ മാറി നിന്നു. അവളുടെ മുഖത്ത് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. പകരം ഉള്ളിൽ ആവേശം തുളുമ്പി നിൽക്കുകയായിരുന്നു. ഇന്ന് നൃത്തലോകത്തെ അതിപ്രധാനമായ ഒരു ശാസ്ത്രീയ നൃത്തച്ചുവട് പഠിപ്പിക്കുമെന്ന ദിവസമാണ്. ആ ചുവടുകൾ പഠിക്കാൻ അവൾ മാസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്ത് ഒരു കറുത്ത ആഡംബരക്കാർ വന്നു നിൽക്കുന്ന ഗർജനം കേൾക്കുന്നു. കാറിൻ്റെ ഡോർ തുറന്ന് ശ്രീ സരസ്വതി കലാനികേതൻ്റെ അധികാരികളായ ലളിത ടീച്ചർ തലയെടുപ്പോടെ ഇറങ്ങി വന്നു. കയ്യിൽ വലിയൊരു പട്ടുസാരിയുടെ തലപ്പും മുഖത്ത് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വലിയൊരു അഹങ്കാരവും പ്രൗഢിയുമുണ്ട്. അവരെ കണ്ടതും മറ്റെല്ലാ കുട്ടികളും നിമിഷനേരം കൊണ്ട് ഓടിച്ചെന്ന് വണങ്ങി സ്തുതി ചൊല്ലി തൊഴുതു.
മീനാക്ഷിയും ഒപ്പമുണ്ടായിരുന്നു. ഭയത്തോടെ അല്പം മുന്നോട്ട് ചെന്ന് കൈകൂപ്പി. ലളിത ടീച്ചർ മീനാക്ഷിയെ കണ്ടുമുട്ടിയ നിമിഷം അവരുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞ് കടുത്ത പുച്ഛവും അറുതിയായ അനിഷ്ടവും വഴിമാറി. അവർ മീനാക്ഷിയുടെ തല മുതൽ കാൽപാദം വരെ ഒന്നിരുത്തി നോക്കിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു. എന്താടി മീനാക്ഷി, ഇത്രയും വയസ്സായിട്ടും നിനക്കൊരു ബുദ്ധിയും വെച്ചില്ലേ? വീണ്ടും ഈ പഴഞ്ചൻ വേഷത്തിലാണോ ക്ലാസ്സിൽ കയറുന്നത്? കാണാനൊരു കോലവുമില്ല. നിന്റെ ഈ കോലം കണ്ട് ഈ ഡാൻസ് സ്കൂളിൻ്റെ പേര് കളയാൻ എന്തിനാ നീ വരുന്നേ? മറ്റു കുട്ടികളെ നോക്ക്, എത്ര ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. കലയെ സ്നേഹിക്കാൻ ആദ്യം ആചാരവും വേഷവും വേണം. അത് നിന്റെയൊക്കെ പാവപ്പെട്ട വീട്ടിൽ കിട്ടില്ലെന്നറിയാം. എങ്കിലും ടീച്ചറുടെ ആ ക്രൂരമായ വാക്കുകൾ കേട്ട് ചുറ്റും നിന്നിരുന്ന മറ്റു കുട്ടികൾ പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. റിയയും കൂട്ടുകാരും മീനാക്ഷിയെ നോക്കി പരിഹസിച്ച് തലയാട്ടി. മീനാക്ഷി ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ തല താഴ്ത്തി നിലത്തു നോക്കി നിന്നു. അവളുടെ കറുത്ത നിറവും വീടിൻ്റെ ദാരിദ്ര്യവും എപ്പോഴും ആ കലാലയത്തിലെ ഒരു അക്ഷമയേറിയ അപരാധമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. കണ്ണുകൾ തുളുമ്പി വന്നെങ്കിലും അവളത് കടിച്ചമർത്തി. ശരി, സമയം കളയാനില്ല, എല്ലാവരും ഫ്ലോറിലേക്ക് വാ. ഇന്ന് നമ്മൾ ആടാൻ പോകുന്നത് കേരള നാട്യശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു പുതിയ നൃത്തച്ചുവടാണ്. നന്നായി ശ്രദ്ധിക്കുക. എൻ്റെ വിരലുകൾ നോക്കി അതേപടി അനുകരിക്കണം. മുൻനിരയിൽ നിന്നിരുന്നത് സമ്പന്ന കുടുംബത്തിലെ സുമിയുടെ മകൾ റിയ ആയിരുന്നു. അവൾക്ക് ചുവടുകൾ അത്ര ശരിയാകുന്നില്ലായിരുന്നുവെങ്കിലും കാലിൻ്റെ ചലനങ്ങൾ പിഴച്ചുവെങ്കിലും ടീച്ചർ അവളെ വാനോളം പുകഴ്ത്തി സംസാരിച്ചു. ആഹാ, നോക്കൂ റിയ ചെയ്യുന്നത്, എന്തു ഭംഗിയാണ് ആ ഭാവങ്ങൾക്ക്. കാലുകൾ വയ്ക്കുമ്പോൾ ആ ഒരു തറവാട്ടു മഹത്വത്തിൻ്റെ പ്രൗഢി കാണാം. അതാണ് സമ്പന്നതയുടെയും കുലമഹിമതയുടെയും ലക്ഷണം. വെൽ ഡൺ മോളെ. എന്നാൽ നിരയുടെ പുറകിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നിൽക്കുകയായിരുന്ന മീനാക്ഷി ലളിത ടീച്ചർ കാണിച്ചു കൊടുക്കുന്ന ആ കഠിനമായ ചുവട് പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തു. ടീച്ചറുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് മീനാക്ഷി അതിമനോഹരമായി ഒട്ടും പിഴവുകളില്ലാതെ ആ ചുവടുകൾ വെച്ചു. അവളുടെ കണ്ണുകളുടെ ഭാവവും ശരീരത്തിൻ്റെ വഴക്കവും അസാധ്യമായ വേഗതയിലും കൃത്യതയിലുമായിരുന്നു. അവിടെ ഒരു ദൈവികമായ സൗന്ദര്യം നിറഞ്ഞു നിന്നു. തൻ്റെ പിന്നിൽ നിന്ന് ഉയർന്ന ഒരു അപാരമായ താളവും ഭംഗിയും യാദൃശികമായി കണ്ട ലളിത ടീച്ചറുടെ മുഖത്ത് പെട്ടെന്ന് അസൂയയും അടങ്ങാത്ത അമർഷവുമാണ് ഉയർന്നത്. റിയയേക്കാൾ മീനാക്ഷി തിളങ്ങുന്നത് കണ്ട ആ അഹങ്കാരിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു തൊടുത്തു. ക്ലാസ് 4നെ നെയ്ത്ത് പോലെയുള്ള താളക്രമത്തെ തകിടം മറിച്ചുകൊണ്ട് മീനാക്ഷിയുടെ നിഷ്കളങ്കമായ ആ നൃത്തച്ചുവടുകൾ മുറിഞ്ഞുപോയത് ലളിത ടീച്ചറുടെ അലർച്ചയോടെയാണ്. പരസ്യമായി എല്ലാവരും കേൾക്കെ കോപം തുളുമ്പുന്ന സ്വരത്തിൽ, മീനാക്ഷി നിൽക്കവിടെ, നിർത്തടി അവിടെ. ടീച്ചറുടെ ആ ഭയപ്പെടുത്തുന്ന ഒച്ച കേട്ട് മീനാക്ഷി ഞെട്ടി വിറച്ചുപോയി. അവളുടെ കാലുകൾ തറയിൽ ഉറച്ചുപോയി. കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ലളിത ടീച്ചർ നടന്നു വന്ന് മീനാക്ഷിയുടെ അരികിൽ വന്ന് പുച്ഛത്തോടെ പറഞ്ഞു, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേടി. ശാസ്ത്രീയ നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു നയം വേണം, കാണാൻ ഭംഗി വേണം, അന്തസ് വേണം. നിന്റെ ഈ കറുത്ത നിറവും ഈ തുരുമ്പെടുത്ത കോലവും വെച്ച് നീ എങ്ങാനും ഒരു വേദിയിൽ കയറിയാൽ കാണുന്നവർക്ക് ഛർദ്ദിക്കാൻ തോന്നും, അറപ്പ് തോന്നും. ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാർ ഡാൻസ് പഠിക്കാൻ വരുന്നത് ഈ സ്കൂളിൻ്റെ പേര് കളയാൻ മാത്രമാണ്. ഈ കൂലിപ്പടയുടെ പിള്ളേരൊക്കെ ആര് ഈ അമ്പലം പോലുള്ള കലാലയത്തിൽ പഠിപ്പിക്കാൻ കൊണ്ടുവന്നതാണോ? അതിനിടയിൽ ക്ലാസ് തീർന്ന സമയമായതുകൊണ്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സമ്പന്നരായ മാതാപിതാക്കളും അമ്മമാരും അവിടെ തടിച്ചുകൂടിയിരുന്നു. ലളിത ടീച്ചറുടെ ഈ വാക്കുകൾ കേട്ട് റിയയുടെ അമ്മ മുൻപിലേക്ക് കടന്നു വന്നു. റിയയുടെ അമ്മ മൂക്കത്ത് വിരൽ വെച്ച് പരിഹാസത്തോടെ പറഞ്ഞു, അതേ ടീച്ചർ, നിങ്ങൾ പറയുന്നത് അക്ഷരം പ്രതി സത്യമാണ്. ഇവളെ പോലെയുള്ള ദരിദ്രരുടെ പിള്ളേരെ എന്തിനാ ഇങ്ങോട്ട് വിടുന്നത്? ഞങ്ങളുടെ ലക്ഷങ്ങളും കോടികളും ആസ്തിയുള്ള കുട്ടികളുടെ കൂടെ ഇവളെയൊക്കെ നിർത്തി പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വലിയ നാണക്കേടാണ്. ഇത് കേട്ടുവന്ന മറ്റൊരു രക്ഷിതാവ്, അല്ല പിന്നെ ഇവളുടെ അമ്മ അയൽപ്പക്കത്തെ വീടുകളിൽ പാത്രവും തുണിയും മലക്കി ജീവിക്കുന്നവളല്ലേ? അങ്ങനെയുള്ള വീട്ടിലെ പിള്ളേർക്ക് എന്തിനാ ഈ ശാസ്ത്രീയ കലകളൊക്കെ? വെറുതെ സമയം കളയാതെ വല്ല തുണി അലക്കാനും പഠിക്കട്ടെ, അല്ലെങ്കിൽ അടുത്തുള്ള പറമ്പിൽ വല്ല പണിക്കും പോകട്ടെ. അതിനല്ലേ ഈ കുട്ടികൾക്കുള്ള യോഗ്യതയുള്ളൂ. സദസ്സിൽ നിന്നുള്ള ആ കൂട്ടച്ചിരിയും പരിഹാസവും മീനാക്ഷിയുടെ കാതുകളിൽ അലയടിച്ചു. ആ വാക്കുകൾ ഓരോന്നും മീനാക്ഷിയുടെ മനസ്സിൽ മൂർച്ചയുള്ള വിഷമുള്ള അമ്പുകൾ പോലെ ഒന്നിനു പിറകെ ഒന്നായി ആഴ്ന്നിറങ്ങി. അവളുടെ കൺകോണുകളിൽ തിളങ്ങിയിരുന്ന സ്വപ്നങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കണ്ണീരായി മാറി. അവളുടെ കണ്ണുകളിൽ നിന്ന് ചൂടു കണ്ണീർ അരുവി പോലെ ഒഴുകി വന്നു. ചുറ്റുമുള്ള ആരും അവളെ തുണയ്ക്കാനുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് പുച്ഛവും വെറുപ്പും മാത്രം. അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ ആവില്ലെന്ന് മനസ്സിലായ മീനാക്ഷി തൻ്റെ സങ്കടവും അഭിമാനക്ഷതവും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാതിലിലേക്ക് ഓടി. ആരും അവളെ തടഞ്ഞില്ല. അവൾ ആരുടെയും മുഖത്ത് നോക്കാതെ മഴ നനഞ്ഞ് ചെളി നിറഞ്ഞ വഴികളിലൂടെ കിതച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു.
കണ്ണീരിൽ കുതിർന്ന ആ യാത്ര ഒടുവിൽ അവളുടെ ആ കൊച്ചുകുടിലിൽ ചെന്ന് അവസാനിച്ചു. കതക് തുറന്ന് അകത്തു കയറിയ മീനാക്ഷി കട്ടിലേക്ക് മുഖം അമർത്തി വീണ് വിതുമ്പി പൊട്ടിക്കരഞ്ഞു. നെഞ്ചു പൊട്ടിക്കരയുമ്പോൾ അവളുടെ ചുമലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ലോകം മുഴുവൻ തനിക്കെതിരെയാണെന്ന തോന്നൽ ആ 18-കാരിയുടെ ജീവിതത്തെ തന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്നു. അടുക്കളയിലെ കരിഞ്ഞ പാത്രങ്ങളും പണിയും മാറ്റിവെച്ച് മകളുടെ കരച്ചിൽ കെട്ടി നെഞ്ചു പൊട്ടി ജാനകി ഓടിയെത്തി. കട്ടിലിൽ മുഖം അമർത്തി കിടന്ന് വിറയ്ക്കുന്ന മീനാക്ഷിയെ കണ്ട് ആ അമ്മയുടെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. ജാനകി പരിഭ്രമത്തോടെ വിറയുന്ന സ്വരത്തിൽ ചോദിച്ചു, എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ക്ലാസ്സിൽ വെച്ച് എന്തെങ്കിലും അപായം പറ്റിയോ? എന്താ നീ ഇങ്ങനെ നെഞ്ചുപൊട്ടി കരയുന്നത്? അമ്മയോട് പറ മോളെ. മീനാക്ഷി കട്ടിൽ നിന്ന് മുഖമുയർത്തി വീർത്തു വന്ന കണ്ണുകളോടെ അമ്മയുടെ കൈകളിൽ പിടിച്ചു. ലളിത ടീച്ചറുടെ ക്രൂരമായ വാക്കുകളും സദസ്സിൽ വെച്ച് സമ്പന്നരായ മാതാപിതാക്കൾ തന്നെയും അമ്മയെയും കുറിച്ച് പറഞ്ഞ അപമാനകരമായ കളിയാക്കലുകളും അവൾ ഏങ്ങി പറഞ്ഞു. മീനാക്ഷി വിതുമ്പിക്കൊണ്ട് തൊണ്ടയിടറി, അമ്മേ, എൻ്റെ നിറം കറുത്തതായതുകൊണ്ടാണോ ഞാൻ ഡാൻസ് കളിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നത്? എൻ്റെ ദാരിദ്ര്യം എൻ്റെ കുറ്റമാണോ അമ്മേ? ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ എന്നെ തെരുവ് നായയെപ്പോലെ ആട്ടിയിറക്കി. നിന്റെ കറുത്ത കോലം കണ്ടാൽ അറുപ്പ് തോന്നും എന്ന് ടീച്ചർ മുഖത്ത് നോക്കി പറഞ്ഞു. എനിക്ക് ഡാൻസ് ജീവനാണമ്മേ. ഇനി എനിക്ക് അവിടെ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നില്ല. ആ വാക്കുകൾ കേട്ട് ജാനകിയുടെ ഹൃദയം ചുട്ടുനീറി. തൻ്റെ ദാരിദ്ര്യം കാരണം സ്വന്തം മകൾ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കപ്പെടുന്നു എന്ന സത്യം ആ അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കഷ്ടപ്പെട്ട് പണിയെടുത്തും കടം വാങ്ങിയും മകളെ പഠിപ്പിച്ച ആ അമ്മയുടെ ഉള്ളിൽ തീ കോരിയിട്ടതുപോലെയായി. ജാനകി മീനാക്ഷിയുടെ വിറയ്ക്കുന്ന തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തി. വലിയൊരു നെടുവീർപ്പോടെ ഒരേ സമയം തൻ്റെ നിസ്സഹായാവസ്ഥയും മകളോടുള്ള സ്നേഹവും നിറഞ്ഞ ശബ്ദത്തിൽ അവർ പറഞ്ഞു, മോളെ, നമ്മൾ പാവങ്ങളാണ്. പണമില്ലാത്തവന് ഈ സമൂഹത്തിൽ ഒരു വിലയുമില്ല. സമ്പന്നരുടെ ആഡംബര ലോകത്തിൻ്റെ ഇടയിലേക്ക് നമ്മൾ കയറി ചെന്നാൽ അപമാനവും ശാപവും മാത്രമേ കിട്ടുമോളെ. അവർ പറയുന്നതിലും ഒരു തരത്തിൽ കാര്യമുണ്ട്. നമ്മളെപ്പോലെയുള്ള വിയർപ്പൊഴുക്കി ജീവിക്കുന്നവരുടെ മക്കൾക്ക് ഈ വലിയ കലയൊന്നും ചേരില്ല. ഇത്രയും കാലം ഞാൻ പട്ടിണി കിടന്നും കടം വാങ്ങിയുമൊക്കെയാണ് നിന്നെ അവിടെ വിട്ടത്. അത് നിന്റെ ആഗ്രഹം കണ്ടിട്ടല്ലേ? പക്ഷേ എൻ്റെ മകൾ അവിടെ ചെന്ന് ഇങ്ങനെ അപമാനിക്കപ്പെടുന്നതും നെഞ്ചുപൊട്ടി കരയുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് വയ്യ. ഇനി നീ ഡാൻസ് ക്ലാസ്സിൽ പോകണ്ട മോളെ. നമുക്ക് ആ വഴിക്ക് പോവേണ്ട. അമ്മയുടെ കാലുകളിൽ പിടിച്ചുകൊണ്ട് മീനാക്ഷി വാവിട്ട് കരഞ്ഞു. അമ്മേ, പ്ലീസ് എന്നെ തടയരുത്. ഡാൻസ് മാത്രമാണ് എൻ്റെ ജീവൻ. ഞാൻ അതുകൂടി ഉപേക്ഷിച്ചാൽ പിന്നെ എനിക്ക് ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവർ എന്നെ എത്ര വേണമെങ്കിലും കളിയാക്കട്ടെ, ഞാൻ സഹിച്ചോളാം. പക്ഷേ എന്നെ വീട്ടിൽ അടച്ചുപൂട്ടരുതേ. ജാനകിയുടെ ഹൃദയം തകർന്ന കണ്ണീരോടെ മകളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ല മോളെ, അമ്മ പറയുന്നത് കേൾക്ക്. നിന്റെ ഈ സ്വപ്നം നമ്മളെ കൂടുതൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയുള്ളൂ. എന്നും സമ്പന്നരുടെ ചവിട്ടേൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മൾ നമ്മുടെ ചെറിയ വഴിക്ക്, നമ്മുടെ പാവപ്പെട്ട ജീവിതത്തിലേക്ക് തിരികെ നടക്കാം. മറന്നേക്കൂ ആ ലോകം. ജാനകി തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അന്നു മുതൽ മീനാക്ഷിയുടെ കാൽച്ചിലമ്പുകൾ വീടിൻ്റെ മൂലയിലുള്ള ഒരു പഴയ തുരുമ്പെടുത്ത പെട്ടിയിൽ ശാശ്വതമായി അടച്ചുവെക്കപ്പെട്ടു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ആ ക്ലാസും ആ സ്വപ്നങ്ങളും അവിടെ അവസാനിച്ചു. പക്ഷേ ഹൃദയത്തിലെ താളം ഒടുങ്ങിയിരുന്നില്ല. പകൽ മുഴുവൻ അമ്മയെ സഹായിച്ചും വീട്ടുജോലികൾ ചെയ്തും കഴിയുന്ന മീനാക്ഷി രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കൊച്ചുകുടിലിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ സ്വന്തം നിഴലിനെ സാക്ഷിയാക്കി നിശബ്ദമായി ചുവടുകൾ വെച്ചുകൊണ്ടിരുന്നു. ശബ്ദം പുറത്തു വരാത്ത ആ കണ്ണീർ നൃത്തം അവളുടെ ശ്വാസമായി മാറി. ഉള്ളിലെ അഗ്നിയായി എപ്പോഴും അവിടെ തന്നെ എരിഞ്ഞു തുടങ്ങിയിരുന്നു. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. പ്രതിസന്ധികളുടെ കറുത്ത നിഴലുകളിൽ നിന്ന് പതുക്കെ പതുക്കെ ആ വീട് വെളിച്ചത്തിലേക്ക് വന്നു തുടങ്ങിയിരുന്നു. അതിന് കാരണം മീനാക്ഷിയാണ്. ഇപ്പോൾ 22 വയസ്സുകാരിയായ സുന്ദരിയായ ഒരു യുവതിയായി മീനാക്ഷി വളർന്നിരിക്കുന്നു. കോളേജിലെ പഠനത്തോടൊപ്പം അമ്മയുടെ പ്രയാസങ്ങൾ കുറയ്ക്കാനായി ചെറിയ ജോലികൾക്കും അവൾ സമയം കണ്ടെത്തി. എങ്കിലും അവളുടെ ഉറക്കത്തിലും ഉണർച്ചയിലും ഒരേയൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നൃത്തമായിരുന്നു. നെഞ്ചിൽ ഒരു അഗ്നി പോലെ ആ മോഹം അടങ്ങാതെ പുകഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലേക്ക് പോയതായിരുന്നു മീനാക്ഷി. തിരക്കേറിയ ജംഗ്ഷനിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ ഒരു വലിയ ഫ്ലെക്സ് ബോർഡിൽ ഉടക്കിയത്. അത് കണ്ടതും അവളുടെ കാൽപ്പാടുകൾ തനിയെ നിന്നുപോയി. ആ വലിയ ബോർഡിൽ കറുപ്പും സ്വർണ്ണ നിറത്തിലുമുള്ള വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, ഡാൻസ് ഇന്ത്യ ഡാൻസ് സംസ്ഥാനതല റിയാലിറ്റി ഷോ ഓഡീഷൻ. വിജയിക്കുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയും പ്രശസ്തരായ കൊറിയോഗ്രാഫർമാരുടെ കീഴിൽ നൃത്തം അഭ്യസിക്കാനുള്ള സുവർണ അവസരവും. ആ വരികൾ മീനാക്ഷിയുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം പരത്തി. ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി.
വർഷങ്ങളായി ഉള്ളിൽ അടക്കി വെച്ച ആ സ്വപ്നം ആരോ അവളെ നോക്കി കൈവീശി വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഇതാണ് എൻ്റെ വഴി, എൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള അവസരം. അവളുടെ മനസ്സ് മന്ത്രിച്ചു. 2 ദിവസത്തിനകം ആരും അറിയാതെ അവൾ ആ ഓഡീഷന് ഓൺലൈനായിട്ട് അപേക്ഷ അയച്ചു. പിന്നെ രാപ്പകലില്ലാത്ത കഠിനാധ്വാനമായിരുന്നു. വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മുറിയുടെ വാതിലടച്ച് അവൾ ഒറ്റയ്ക്ക് പരിശീലനം തുടങ്ങി. രാത്രി മുഴുവൻ ഉറക്കമുളച്ച് യൂട്യൂബിലെ വീഡിയോകൾ കണ്ടും പുതിയ സ്റ്റെപ്പുകൾ സ്വയം പഠിച്ചെടുത്തും അവൾ തൻ്റെ കാലുകൾക്ക് വേഗത കൂട്ടി. ഓരോ ചുവടിലും അവളുടെ കണ്ണീരും വിയർപ്പും അലിഞ്ഞു ചേർന്നിരുന്നു. ഒടുവിൽ ആ കാത്തിരുന്ന ഓഡീഷൻ ദിവസമെത്തി. മനസ്സിൽ ഭയവും ഒപ്പം വലിയൊരു പ്രതീക്ഷയും തിളച്ചു മറഞ്ഞു. അമ്മയോട് ചെറിയൊരു നുണ പറയേണ്ടി വന്നതിൽ മനസ്സ് പിടഞ്ഞെങ്കിലും സ്വന്തം സ്വപ്നത്തിനു വേണ്ടി അവൾ ആ റിസ്ക് എടുത്തു. അമ്മ തുണി അലക്കാൻ പോകുന്ന ആ സമയം നോക്കി ആരും കാണാതെ മീനാക്ഷി ടൗണിലേക്കുള്ള ബസ്സിൽ കയറി. ജനലിനരികിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ലക്ഷ്യം ഒന്നു മാത്രം, ആ വേദിയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തുക. ആയിരക്കണക്കിന് മത്സരാർത്ഥികളുടെ തിരക്കുകൊണ്ട് മുഖരിതമായ വലിയൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു ഓഡീഷൻ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ നർത്തകർ അവിടെ എത്തിയിരുന്നു. വലിയ മേക്കപ്പും തിളങ്ങുന്ന കോസ്റ്റ്യൂമുകളും ധരിച്ച് ഉയർന്ന ആത്മവിശ്വാസത്തോടെ അവർ വാമപ്പ് ചെയ്യുന്നത് മീനാക്ഷി ഭയത്തോടെയും അത്ഭുതത്തോടെയും നോക്കി നിന്നു. അതിനിടയിൽ വളരെ ലളിതമായ ഒരു ചുരിദാറുമിട്ട് മേക്കപ്പ് ഒന്നുമില്ലാതെ ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു അവൾ. ചുറ്റുമുള്ള വലിയ ലോകത്തിന് മുന്നിൽ തീർത്തും അന്യയായതുപോലെ. പെട്ടെന്നാണ് ആ അപ്രതീക്ഷിതമായ കാഴ്ച അവളുടെ കണ്ണിൽപ്പെട്ടത്. തിരക്കിനിടയിലൂടെ വരുന്ന ലളിത ടീച്ചറും അവരുടെ പ്രിയ ശിക്ഷയായ റിയയും. വലിയൊരു സ്റ്റേജ് കോസ്റ്റ്യൂം ധരിച്ച് മുഖത്ത് പ്രൗഢിയുള്ള മേക്കപ്പുമായി ഒരു ലക്ഷണമൊത്ത പ്രൊഫഷണൽ നർത്തകിയെപ്പോലെയാണ് റിയ. പെട്ടെന്ന് ലളിത ടീച്ചറുടെ കണ്ണുകൾ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന മീനാക്ഷിയിൽ ഉടക്കി. അവരുടെ മുഖത്ത് പഴയ ആ പുച്ഛവും അഹങ്കാരവും അപ്പോൾ തന്നെ പ്രകടമായി. അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് മീനാക്ഷിയുടെ അടുത്തേക്ക് നടന്നു വന്നു. ലളിത ടീച്ചർ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, ഇത് നമ്മുടെ മീനാക്ഷിയല്ലേ? അന്ന് ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ഇറങ്ങി ഓടിയത് പോരാഞ്ഞിട്ട് ഇപ്പോഴീ വലിയ കോപ്രായങ്ങളൊക്കെ കെട്ടി വന്നത് എന്തിനാണാവോ? ഇത്രയും കാലമായിട്ടും നിനക്ക് ബുദ്ധി വെച്ചില്ലേ കുട്ടി? റിയയും പുച്ഛത്തോടെ മീനാക്ഷിയെ ഒന്ന് നോക്കി. നീ ഇവിടെ എന്തെടുക്കുക മീനാക്ഷി? ഇത് വലിയ വലിയ ആളുകളും നല്ല ട്രെയിനിങ് കിട്ടിയവരും മാത്രം പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോയാണ്. അല്ലാതെ നിന്റെ വീടിൻ്റെ ആ ചെറിയ മുറ്റത്ത് കളിക്കുന്ന കളിയല്ല. നിനക്കൊക്കെ എന്ത് ഡാൻസ് അറിയാം? അവരുടെ ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്ന മറ്റു ചില മത്സരാർത്ഥികളും തിരിഞ്ഞു നോക്കി. റിയയുടെ അമ്മയും ഒപ്പം കൂടി പരിഹാസം തുടങ്ങി. ടീച്ചറെ, ഇവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവളുടെ കോലം എന്താണെന്ന്. ഈ പാവപ്പെട്ടവരുടെയും കോളനിവാസികളുടെയും വേഷവും കെട്ടി ഇവൾ സ്റ്റേജിൽ കയറിയാൽ ജഡ്ജസ് ആദ്യം നിമിഷം തന്നെ ഇവളെ പുറത്താക്കും. വെറുതെ അപമാനപ്പെടാൻ എന്തിനാ നിൽക്കുന്നത്? ചുറ്റുമുള്ളവരുടെ അടക്കം പറച്ചിലുകളും നോട്ടങ്ങളും മീനാക്ഷിയെ വരിഞ്ഞു മുറുക്കി. പഴയ പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയില്ല. അമ്മ പറഞ്ഞത് സത്യമായിരുന്നോ? താൻ ഇവിടെ വരരുതായിരുന്നോ? അപമാനം കൊണ്ട് മുഖം കുനിച്ച് അവൾക്ക് അവിടെ നിന്നും തിരിഞ്ഞോടാൻ തോന്നി. എന്നാൽ ആ നിമിഷം അവളുടെ മനസ്സിലൂടെ കടന്നുപോയത് മറ്റൊരു ലോകമായിരുന്നു. തൻ്റെ ദാരിദ്ര്യത്തെയും കറുത്ത നിറത്തെയും ഓർത്ത് രാത്രികളിൽ കരഞ്ഞ ദിവസങ്ങൾ, തൻ്റെ ഒരു സ്വപ്നത്തിനു വേണ്ടി വിയർപ്പൊഴുക്കിയ അമ്മയുടെ മുഖം, തന്നെ വേദിയിൽ നിന്ന് അപമാനിച്ചു വിട്ട ലളിത ടീച്ചറുടെ ക്രൂരമായ വാക്കുകൾ. ആ ഓർമ്മകൾ അവളുടെ കണ്ണുനീരിനെ പെട്ടെന്ന് ഒരു വാശിയാക്കി മാറ്റി. അവൾ പതുക്കെ തല ഉയർത്തി നിന്നു. അവളുടെ കണ്ണുകളിൽ അപമാനത്തിൻ്റെ കരച്ചിലല്ല, മറിച്ച് ഒരു പുതിയ തിളക്കം ജ്വലിച്ചു. മീനാക്ഷി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഇനി ഞാൻ ഓടി ഒളിക്കില്ല. എൻ്റെ വേഷമോ പണമോ അല്ല, എൻ്റെ കഴിവിനെയാണ് ഈ ലോകം കാണേണ്ടത്. എൻ്റെ നൃത്തമാണ് എൻ്റെ മറുപടി. അവൾ കൈകൊണ്ട് കണ്ണു തുടച്ച് ആത്മവിശ്വാസത്തോടെ ശ്വാസമെടുത്തു നിന്നു. പെട്ടെന്നാണ് മൈക്കിലൂടെ ആ അനൗൺസ്മെൻറ്റ് മുഴങ്ങിയത്. ചെസ് നമ്പർ 142, മീനാക്ഷി പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ഹൃദയം പെടപെടാന്നിടിക്കുമ്പോഴും മീനാക്ഷിയുടെ കാലടികൾ ഉറച്ച ചുവടുകളോടെ ആ വലിയ സ്റ്റേജിലേക്ക് മുന്നേറി. ഉറച്ച കാൽവെപ്പുകളോടെ അവൾ ആ വലിയ സ്റ്റേജിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. മുന്നിൽ തെളിച്ചമുള്ള വെളിച്ചത്തിൽ പ്രശസ്തരായ 3 നർത്തകർ അടങ്ങുന്ന വിധികർത്താക്കളുടെ പാനൽ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ നോട്ടം അവളുടെ മേലാണെന്ന് അറിഞ്ഞിട്ടും മീനാക്ഷി പതറാതെ തലയുയർത്തി നിന്നു. പ്രധാന വിധികർത്താവ് മീനാക്ഷിയെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, കുട്ടിക്ക് മേക്കപ്പ് ഒന്നുമില്ലല്ലോ, കോസ്റ്റ്യൂമും വളരെ ലളിതമാണ്. മറ്റ് മത്സരാർത്ഥികളെ പോലെയല്ലല്ലോ ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ചുറ്റുമുള്ളവരുടെ പരിഹാസങ്ങളെയും നിസാരവൽക്കരണങ്ങളെയും ഒറ്റവാക്കിൽ മറികടക്കുന്നതായിരുന്നു മീനാക്ഷിയുടെ മറുപടി. അവളുടെ ശബ്ദത്തിൽ ഒരു ചെറിയ വിറയൽ പോലും ഉണ്ടായിരുന്നില്ല. സർ, എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഇവിടുത്തെ ബസ് ചാർജാണ്. വില കൂടിയ വസ്ത്രങ്ങളോ മേക്കപ്പോ വാങ്ങാൻ എനിക്കാവില്ല. പക്ഷെ എന്നെ വിലയിരുത്തേണ്ടത് എൻ്റെ വേഷം കൊണ്ടല്ല, എൻ്റെ നൃത്തം കൊണ്ടാണ്. ജഡ്ജസ് അത്ഭുതത്തോടെയും കൗതുകത്തോടെയും പരസ്പരം നോക്കി. അപ്പോഴേക്കും സംഗീതം ഒഴുകി വരാൻ തുടങ്ങി.
ശാസ്ത്രീയ നൃത്തത്തിൻ്റെ മാന്യതയും നാടോടി നൃത്തത്തിൻ്റെ ആവേശവും ഒരുപോലെ സമന്വയിപ്പിച്ച ഒരു മനോഹരമായ ഫ്യൂഷൻ നൃത്തമായിരുന്നു അവൾ ആവിഷ്കരിച്ചത്. ആദ്യത്തെ താളം ഉയർന്നതും മീനാക്ഷിയുടെ ഭാവങ്ങൾ പൂർണ്ണമായി മാറി. ആ സൗമ്യമായ പെൺകുട്ടിക്ക് പകരം അവിടെ ഒരു പോരാളിയാണ് സദസ്സ് കണ്ടത്. അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഓരോ സെക്കൻഡിലും മാറിമറിഞ്ഞു. പ്രകാശവട്ടത്തിൽ അവളുടെ വിയർപ്പ് തുള്ളികൾ തിളങ്ങി. കാൽച്ചുവടുകളിൽ നിന്ന് ഊർജത്തിൻ്റെ തീപ്പൊരി പാറി. അവളുടെ ഓരോ ചലനത്തിലും വർഷങ്ങളായി അവൾ ഉള്ളിലൊതുക്കിയ വേദനയും അപമാനങ്ങൾക്കെതിരെയുള്ള രോക്ഷവും സ്വന്തം അമ്മയോടുള്ള സ്നേഹവും ലോകത്തോട് വിളിച്ചു പറയാൻ വെമ്പിയ സ്വപ്നങ്ങളും ജീവൻ വെച്ചു. സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് ലളിത ടീച്ചറും റിയയും ആ കാഴ്ച കണ്ട് ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നു. അവരുടെ മുഖത്തെ പുച്ഛം ക്രമേണ അമ്പരപ്പിലേക്കും പിന്നെ അടങ്ങാത്ത അസൂയയിലേക്കും വഴിമാറി. റിയയുടെ മിനുക്കിയെടുത്ത കോസ്റ്റ്യൂമും പ്രൗഢിയും മീനാക്ഷിയുടെ ആത്മാവിലുള്ള ആ സ്വാഭാവിക കഴിവ് എന്ന കാറ്റിന് മുന്നിൽ തകർന്നു വീണു. വലിയൊരു ഓഡിറ്റോറിയം മൊത്തം ആ നൃത്തത്തിൻ്റെ ലഹരിയിൽ നിശബ്ദമായിപ്പോയി. സംഗീതം അവസാനിച്ച നിമിഷം കുറച്ചുനേരം അവിടെ മരണനിശബ്ദതയായിരുന്നു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ച് ഓഡിറ്റോറിയത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ വലിയ കരഘോഷമുയർന്നു. സദസ്സ് മുഴുവൻ ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പ്രധാന വിധികർത്താവ് മൈക്കിലേക്ക് ആഞ്ഞു. അത്ഭുതം! ഇതാണ് യഥാർത്ഥ നൃത്തം, ആത്മാവിലുള്ള നൃത്തം. നിന്റെ വേഷമല്ല, നിന്റെ കഴിവിൻ്റെയും ആത്മാർത്ഥതയുടെയും തിളക്കമാണ് ഞങ്ങളിവിടെ കണ്ടത്. വെൽഡൻ മോളെ. വിധികർത്താക്കളുടെ നിറഞ്ഞ അനുഗ്രഹത്തോടെയും ഉയർന്ന സ്കോറുകളുടെയും കൂടി മീനാക്ഷി ആ ഓഡീഷനിൽ 1ാം സ്ഥാനത്തോടെ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടി. സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിരുന്നു. ആ വിജയത്തിൻ്റെ ആദ്യ പുഞ്ചിരി അമ്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. അന്ന് വൈകുന്നേരം ആ ചെറിയ വീടിൻ്റെ മുന്നിൽ ആഡംബര കാറുകൾ വന്നു നിന്നപ്പോൾ അയൽവാസികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. റിയാലിറ്റി ഷോയുടെ ഭാരവാഹികളും പ്രമുഖ മാധ്യമപ്രവർത്തകരുമാണ് മീനാക്ഷിയുടെ വീട്ടിലെത്തിയത്. കൺമുന്നിൽ നിൽക്കുന്നത് തൻ്റെ മകളാണെന്ന് വിശ്വസിക്കാൻ ജാനകിക്ക് കഴിഞ്ഞില്ല. മീനാക്ഷി ഓഡീഷനിൽ 1ാം സ്ഥാനം നേടിയ വിവരം അവർ സന്തോഷത്തോടെ പങ്കുവച്ചു. മകളുടെ കഴിവ് ലോകം അംഗീകരിച്ചത് കണ്ട് ജാനകിയുടെ കണ്ണുകളിൽ ആനന്ദക്കണ്ണീർ ഒഴുകിയിറങ്ങി. തൻ്റെ കഷ്ടപ്പാടുകളോർത്ത് മകളെ തടയാൻ നോക്കിയത് എത്ര വലിയ തെറ്റായിരുന്നുവെന്ന് ആ അമ്മ മനസ്സിൽ തിരിച്ചറിഞ്ഞു. ആ കണ്ണീരിൽ സ്നേഹവും അതിയായ അഭിമാനവും അലിഞ്ഞു ചേർന്നിരുന്നു. പിന്നീടുള്ള മാസങ്ങളിൽ മീനാക്ഷിയുടെ ജീവിതം പൂർണ്ണമായി മാറിമറിയുകയായിരുന്നു. റിയാലിറ്റി ഷോയുടെ ഓരോ എപ്പിസോഡിലും അവൾ വിസ്മയങ്ങൾ തീർത്തു. ലക്ഷക്കണക്കിന് ടെലിവിഷൻ പ്രേക്ഷകരുടെ സ്വന്തം പ്രിയങ്കരിയായി അവൾ മാറി. പുതിയ കോസ്റ്റ്യൂമുകളോ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മേക്കപ്പോ അവൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ ചുവടിലെയും ആത്മാർത്ഥതയും ഊർജവും മാത്രം മതിയായിരുന്നു ജനങ്ങളുടെ ഹൃദയം കവരാൻ. അതേസമയം വലിയ പരിശീലനവുമായി ഇറങ്ങിയ ലളിത ടീച്ചറുടെയും റിയയുമാകട്ടെ മത്സരത്തിൻ്റെ ആദ്യ റൗണ്ടുകളിൽ തന്നെ പുറത്തായി. ഒടുവിൽ നാടൊക്കെ ഉറ്റുനോക്കിയ ആ മഹാസംഭവത്തിന് ഫൈനൽ ദിനമെത്തി. പ്രകാശപൂരിതമായ വലിയ വേദിയിൽ ലക്ഷക്കണക്കിന് ആരാധകരുടെ ആഹ്ലാദങ്ങൾക്കിടയിൽ ആ പ്രഖ്യാപനം വന്നു. ഡാൻസ് ഇന്ത്യ ഡാൻസ് സീസൺ ടൈറ്റിൽ വിന്നർ 22-കാരിയായ മീനാക്ഷി. സദസ്സ് ഒന്നടങ്കം ആവേശത്തിൽ ആർത്തിരമ്പി. വലിയൊരു ട്രോഫിയും 50 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഏറ്റുവാങ്ങാൻ മൈക്കിന് മുന്നിലേക്ക് വിളിക്കപ്പെട്ട മീനാക്ഷി ആദ്യം ചെയ്തത് സദസ്സിൽ കണ്ണീരോടെ കൈകൂപ്പി നിന്ന തൻ്റെ അമ്മയെ സ്റ്റേജിലേക്ക് കൈപിടിച്ച് കയറ്റുകയാണ്. അതേസമയം ആ ആഡംബര വേദിയിലെ ജനക്കൂട്ടത്തിനിടയിൽ ലളിത ടീച്ചറും റിയയും നാണക്കേടോടെ തലയുയർത്തി നിസ്സഹായരായി നിൽക്കുന്നുണ്ടായിരുന്നു. മൈക്കിന് മുന്നിലേക്ക് വന്ന മീനാക്ഷിയുടെ വാക്കുകൾ ആ ഓഡിറ്റോറിയത്തിലെ ഓരോരുത്തരുടെയും കണ്ണു നനയിച്ചു. എൻ്റെ നിറത്തെയും ദാരിദ്ര്യത്തെയും കണ്ട് പരിഹസിച്ചവർക്കാണ് ഞാൻ ഈ ട്രോഫി സമർപ്പിക്കുന്നത്. കാരണം അവരുടെ കളിയാക്കലുകളും തടസ്സങ്ങളുമാണ് എന്നെ കൂടുതൽ ശക്തിയാക്കി ഇത്രയും വലിയൊരു ലക്ഷ്യത്തിലെത്തിച്ചത്. നൃത്തത്തിന് ജാതിയോ നിറമോ പണമോ ഇല്ല. ഉള്ളിൽ അതിനോടുള്ള സത്യസന്ധമായ പ്രണയമുണ്ടെങ്കിൽ ഏതിരുട്ടിലും നമ്മൾ ഒരു നക്ഷത്രമായി തിളങ്ങും. ആ വാക്കുകൾ അവസാനിച്ചതും സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കി. സ്റ്റേജിൽ വെച്ച് ജാനകി തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് കൈപിടിച്ച് ഉമ്മവെച്ചു. പ്രതിസന്ധികളുടെയും വിവേചനങ്ങളുടെയും കറുത്ത ഭിത്തികളെല്ലാം തൻ്റെ കാൽച്ചുവടുകൾ കൊണ്ട് തകർത്തെറിഞ്ഞ് ആഘോഷത്തോളം ഉയരത്തിൽ സ്വന്തം പേര് സ്വർണ്ണാക്ഷരങ്ങളാൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ആ പെൺകുട്ടി. നമ്മുടെ ചിറകുകളുടെ ശക്തിയെയോ ആഗ്രഹങ്ങളുടെ ആഴത്തെയോ അല്ല, മറിച്ച് നമ്മുടെ ചുറ്റുപാടുകളുടെയും പരിമിതികളുടെയും മാത്രമാണ് പലപ്പോഴും സമൂഹം അളക്കുന്നത്. നിനക്കൊന്നും അതിന് കഴിയില്ല എന്ന് മറ്റുള്ളവർ വിധി എഴുതുമ്പോൾ അവിടെയാണ് യഥാർത്ഥ പോരാട്ടം ആരംഭിക്കുന്നത്. മീനാക്ഷിയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തിളങ്ങാൻ വലിയ പണമോ ആഡംബരങ്ങളോ ആവശ്യമില്ല. പകരം അതിനോടുള്ള ആത്മാർത്ഥതയും അടിയുറച്ച ആത്മവിശ്വാസവും മാത്രം മതി. പ്രതിസന്ധികൾ നമ്മെ തളർത്താനല്ല, കൂടുതൽ ശക്തരാക്കാനാണ് വരുന്നത്.
പരിഹാസങ്ങളെയും തടസ്സങ്ങളെയും ചവിട്ടുപടികളാക്കി മാറ്റുക. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇരുണ്ട ഏത് സാഹചര്യത്തിലും സ്വന്തം പ്രകാശം കൊണ്ട് ഒരു നക്ഷത്രമായി തിളങ്ങാൻ ഓരോരുത്തർക്കും സാധിക്കും. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.